ഞങ്ങളുടെ സ്വന്തം മാളു സ്റ്റോഴ്സ്. ഞങ്ങൾ 4 പേരും കൂടെ തൊടുപുഴയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ്. പിന്നെ അച്ഛനൊരു മൊബൈലും മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് വന്നു. ഞാനും പിള്ളേരും അമൃതയും കൂടെ കൂടി ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെ കടയാണ്, അവിടെ ഒന്ന് കയറിയതാണ്. ഞങ്ങളുടെ സ്വന്തം മാളു സ്റ്റോഴ്സ്. മക്കളെ ഇവിടെ നിന്ന് എല്ലാം വന്ന് പറക്കിയെടുക്കാൻ വന്നേക്കണയാ. അതെന്തിനാ? അയ്യോ, അത് നിങ്ങൾക്ക് പ്രായത്തിലുള്ളതല്ല. ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് പോവാ. കുഴപ്പമില്ല, സാരമില്ല. തണുത്താ, രണ്ടും തണുപ്പ അല്ലേ? അത് പൊന്നു കുടിച്ചോളും. ഇപ്പൊ ഒഴിച്ചത് രക്ഷിതാമച്ചി. എല്ലാ സെറ്റപ്പും ഉണ്ടോ? എല്ലാ സെറ്റപ്പും പ്രിന്റർ, കുട്ടികളുടെ ഐറ്റംസ്, ഐസ്ക്രീം, അത്യാവശ്യം പലചരക്ക് സാധനങ്ങൾ. ഇത് ഞാനൊക്കെ പഠിച്ച സ്കൂളാട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണിത്. 5 തൊട്ട് 12ാം ക്ലാസ് വരെയുണ്ട്. ഞാൻ പഠിച്ചത് 5 തൊട്ട് 7 വരെയാണ്. അത് കഴിഞ്ഞ് ടെക്നിക്കൽ സ്കൂളിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അച്ചാനൊരു സർപ്രൈസ് മൊബൈൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം അച്ചാൻ്റെ മൊബൈൽ അപ്പടി പോയായിരുന്നു. ആ കൂട്ടത്തിൽ മമ്മിക്കും ഒരെണ്ണം മേടിച്ചു. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. അപ്പോൾ അച്ഛനിങ്ങനെ എന്താ ഞങ്ങൾ ഈ ചെയ്യണേന്ന് നോക്കുവാണ്. മമ്മിക്ക് ഒരു മൊബൈൽ മേടിച്ചു. അമ്മച്ചിക്ക് അറിയാം അച്ചാതിനും മേടിച്ചിട്ടുണ്ടെന്ന്. അതാ അമ്മച്ചി ചിരിക്കണേ. എനിക്കൊരു പഴയതൊന്നും ഇതിലാണ് വീട് പണത്. ഇഷ്ടപ്പെട്ടില്ലേ? തമ്പുട്ടാ ഞാൻ വിളിച്ചിട്ടാ ഒരുപാട്. ഓപ്പറേറ്റർ വന്നു, ക്യാമറ എടുത്ത് വന്നു. മൊബൈല് ആദ്യമായിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ സിം ഇട്ടാൽ മതി അതിനകത്ത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഓണാക്കിയ വഴിയെ അത് സ്ക്രീൻ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് തമ്പൂട്ടനാണ് അത് ചെയ്തത്. അതിന് എല്ലാ കാര്യങ്ങളും അറിയാം. അതിന് അത്യാവശ്യം മൊബൈലിൻ്റെ പരിപാടികളൊക്കെ അറിയാം. ആര് പുതിയ മൊബൈൽ മേടിച്ചാലും ഫസ്റ്റിലെ നോക്കുന്നത് എനിക്ക് തോന്നണേ ക്യാമറ തന്നെയാണ്. അതുപോലെ തന്നെ അച്ഛനും ഇതേ ക്യാമറ ചെക്ക് ചെയ്ത് തുടങ്ങി. Vale.